അക്രമിക്കിലെ മല്ലന്മാർ. എന്താണ് നീ ഇങ്ങനെ മൂടൗട്ടായിട്ടിരിക്കുന്നത്? രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കും. എന്നാ പറയാനാണ്? ആ ജോലിയില്ല കൂലിയില്ല. നമ്മൾ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. എന്തെങ്കിലൊക്കെ പണിക്ക് പോയില്ലെങ്കിൽ എങ്ങനെ മുമ്പോട്ട് പോകുന്നാ പറയുന്നത്. അവത്തൊന്നും കാണിച്ചേക്കല്ലേ കേട്ടോ. ഇവിടെ വെറുതെ ഇരിക്കാൻ സമയമില്ല. അന്നേരം ജോലിക്കും കൂലിക്കും പോകുന്നു. നിങ്ങളുടെ കൂടെ കൂടി ഞാനും മടിയനായി. നിങ്ങളുടെ കൂടെ കൂടിയിട്ടെ ഞാനാ മടിയനാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു എന്തോ കഷ്ടകാലം ഉണ്ടെന്ന്. ഞാനും ഭാര്യയും കൂടെ നാളെ സൽഗുണാനന്ദ കാണാൻ പോവുക. സ്വാമി ഇവിടെ വന്നിട്ട് കുറച്ചു കാലം ആയുള്ളെങ്കിലും ഒരുപാട് ആളുകളാ സ്വാമിയെ കാണാൻ വരുന്നത്. സ്വാമിയെ ചുട്ട കോഴിയെ പറപ്പിക്കുന്ന ആൾക്കാർ പറഞ്ഞു. അതെ അതെ അതെ, സ്വാമിയെ പൂർവാശ്രമത്തിൽ പണ്ട് ചിക്കൻ സെന്റർ നടത്തിക്കൊണ്ടിരുന്ന ആളാ. പോന്നൊക്കെ കൊള്ളാം. പിന്നെ തട്ടിപ്പിന് ഇരയാട്ടെ പിന്നെ ഇങ്ങോട്ട് വന്നേക്കല്ലേ. എത്ര നാളായി ഞാൻ നിങ്ങളോട് പറയുന്നത് ആ സ്വാമി ഒന്ന് കാണാൻ പോവാന്ന്. ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ. ഇനി ആരെങ്കിലും സ്വാമിയുടെ വേഷം കെട്ടി വന്നാൽ ഉടനെ അങ്ങ് പോകാൻ പറ്റുമോ? അത് സ്വാമിയാണോ ആസാമിയാണോ നമുക്ക് നോക്കണ്ടേ? ഓ, എന്നിട്ട് ഇപ്പൊ കണ്ടുപിടിച്ചോ? ഒന്ന് പോയി നോക്കാം. ഏത് വഴി കൂടെ കഷ്ടകാലം മാറുന്നെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. എന്റെ പുറകെ അങ്ങ് വന്നാ മതി. ഞാൻ പറയുന്ന പോലെയൊക്കെ അങ്ങ് ചെയ്താൽ മതി. നീ വന്നതാണോ എന്റെ കഷ്ടകാലം എന്നറിയാൻ ഞാൻ നീ വേറൊരു സ്വാമി എടുത്ത് പോണോ? റേഷൻ കാർഡിൽ മാത്രമേ ഉള്ളൂ നീ ഗ്രഹനാഥ. ഒറിജിനൽ ഗ്രഹനാഥൻ ഞാനാ. അതിനി പറഞ്ഞിട്ട് എന്നാ കാര്യം? തെളിയിക്കാൻ രേഖ വല്ലതും ഉണ്ടോ? പാവം ഭർത്താക്കന്മാര് കാടിൽ നിന്നോ പുറത്തായി, വീട്ടിൽ നിന്നാണോ പുറത്താകും. മാഡം, സ്വാമി അകത്തുണ്ടോ? മനുഷ്യ പേടിച്ചു പോയല്ലോ. സ്വാമി അകത്താകുന്നതാണ്. ഞങ്ങൾ അദ്ദേഹത്തെ ഒന്ന് കാണാൻ വന്നതാണ് സ്വാമി. നമോ സ്വാമി സദ്ഗുണാനന്ദാനത്തിലേക്ക് സ്വാമി. നമോ വാക്കും. നിങ്ങൾക്ക് സ്വാമിജി ഒന്ന് ദർശിക്കാൻ സാധിക്കുമോ സ്വാമി? സ്വാമിജിയുടെ സന്ദർശന സമയം കഴിഞ്ഞു. ഇനി വൈകുന്നേരമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് തിരിയാൻ പോലും പറ്റില്ലായിരുന്നു. അതുപോലെ ആളായിരിക്കും ഇവിടെ. അത് നന്നായി മാഡം. ഞങ്ങൾക്ക് സ്വാമിജിയെ കണ്ടിട്ട് പെട്ടെന്ന് പോകാമല്ലോ. ഇനി മേഡം വിളി വേണ്ട, വത്സയെന്ന് വിളിച്ചോളൂ. വത്സേ, ഞങ്ങൾ അകത്തോട്ട് പൊക്കോട്ടെ? അങ്ങനെ കയറാൻ കഴിയില്ല. സ്വാമി ഇപ്പോൾ അമൃതത്വം കഴിഞ്ഞ് പള്ളിവർക്കത്തിന് പോയിരിക്കുകയാണ്. അതും കഴിഞ്ഞ് ദർശനം പാടുന്നു. അല്ല, ഈ അമൃതത്വം പള്ളിയർക്കും ഒക്കെ പണ്ട് രാജാക്കന്മാർ ചെയ്തിരുന്നതല്ലേ? അതേ വത്സേ, സ്വാമിജിയും ഇപ്പോൾ കുറെ നാളായി അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യർക്ക് നിന്ന നിൽപ്പിലാണല്ലോ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഈ മത്സരം നമ്മുടെ വാസുവിന്റെ ചായകടയൊക്കെ ഓർമ്മയാണ്. ഓ എന്റെ മനുഷ്യ, ഈ വത്സരല്ല ആ വത്സരം. നിങ്ങൾക്ക് എവിടെ ചെന്നാലും എല്ലാം കഴിക്കണമെന്നുള്ള വിചാരം മാത്രമേ. മറ്റെന്ത് കഴിച്ചാലും കല്യാണം കഴിക്കരുതെന്ന് എനിക്കും ഇപ്പോഴാണ് മനസ്സിലായത്. എന്താണ് രണ്ടുപേരും കൂടെ മന്ത്രിക്കുന്നത്? ആശ്രമത്തിന്റെ ശാന്തിക്ക് ഭംഗം വരുത്തുന്നൊന്നും സംസാരിക്കാൻ പാടില്ല. വരുന്ന വഴിക്ക് നിങ്ങൾ കണ്ടില്ലേ എഴുതി വെച്ചിരിക്കുന്നത്? നോ സ്പീക്കിംഗ് ആൻഡ് നോ സ്മോക്കിംഗ്. സ്വാമിയെ കാണുന്നതിന് മുൻപ് അല്പം മന്ത്രോച്ചാരണം ചെയ്തേക്കാന്ന് വിചാരിച്ചാണ് സൂര്യ. അല്ല വത്സേ, അല്ലെങ്കിൽ ഞങ്ങൾ ഇനി എത്ര നേരം കാത്തിരിക്കണം സ്വാമി? സാധാരണ സ്വാമിജിയെ കാണാൻ 500 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്.
1000 രൂപ അടച്ചാൽ നിങ്ങൾക്ക് സ്പെഷ്യൽ പാസ് കിട്ടും. കണ്ടോടാ സ്വാമിയെ? നീ തന്നെ ഇവിടെ എടാ ഞങ്ങള് സ്വാമിയെ കാണാൻ വന്നതാ. ബഹുമാനൊക്കെയോ? ഇതെന്റെ കൊച്ചച്ഛന്റെ മോൻ, അതെന്റെ കുഞ്ഞമ്മേടം. എല്ലാവരും കൂടി ഒരുമിച്ച് പോകണം. ഒറ്റയ്ക്ക് പോകുന്നതായിരുന്നു സ്വാമിജിയുടെ ഏകാഗ്രതയ്ക്ക് നല്ലത്. ഓ വേണ്ട, സ്വാമിജിക്ക് ഏകാഗ്രത കൂടിയാലും കുഴപ്പം. എന്തു വേണം? വേണ്ട സ്വാമി, ഞങ്ങൾ വരുന്ന വഴിക്ക് ചായ കുടിച്ചായിരുന്നു. വത്സം വേണമെന്നല്ല, വത്സന്മാരുടെ ആഗമനോദ്ദേശമാണ് നാം ചോദിച്ചത്. ചോദ്യം വ്യക്തമായി കേട്ടതിന് ശേഷം മാത്രം പ്രതികരിക്കൂ മോനെ. ക്ഷമിക്കണം സ്വാമി, ഒരബദ്ധം ഏത് ഹസ്ബൻഡിനും പറ്റും. നാം ക്ഷമിച്ചിരിക്കുന്നു. ആദ്യം 2 പേരും ഒന്ന് അടുത്തു വരും, നാം ഒന്ന് അനുഗ്രഹിക്കാം. സാധാരണ പോകുമ്പോഴല്ലേ സ്വാമി അനുഗ്രഹം കൊടുക്കാറുള്ളത്? എല്ലാത്തിലും വ്യത്യസ്തനാണ് മകനെ ഈ സൽഗുണാനന്ദൻ. ഇത് ആദ്യ അനുഗ്രഹം. പിന്നെ പോകുമ്പോ ഒരു അനുഗ്രഹം കൂടി ഉണ്ട്, അതും കൂടെ മേടിച്ചിട്ടേ പോകുന്നുള്ളൂ കേട്ടോ. അത് അന്ത്യാനുഗ്രഹമാണ്. വത്സ, നിങ്ങളുടെ സുഹൃത്തുക്കൾ ഫലിതപ്രിയരാണെന്ന് തോന്നുന്നു. അതെ സ്വാമി, ഇവർ ഭക്ഷണപ്രിയര് മാത്രമല്ല ഫലിതപ്രിയരുമാണ്. പക്ഷെ അസമയത്താ പലപ്പോഴും ഫലിതം പറയാറുള്ളൂ എന്ന് മാത്രം. അസ്ഥാനത്തും അസമയത്തും ഫലിതം പറഞ്ഞാൽ അടി കൊള്ളാതെ സൂക്ഷിക്കണം മോനെ. മൊത്തം കഷണ്ടിയാണല്ലോ. മുടി കിളുക്കാനുള്ള ഒരു ഔഷധ എണ്ണ നോത്തരും. ഒരു 500 രൂപ ഇവിടെ ഏൽപ്പിക്കാം. ഇതെന്താ, വത്സമാർക്ക് സ്പെഷ്യൽ അനുഗ്രഹം വല്ലതും ആണോ? മകന് എല്ലാ കാര്യത്തിലും സംശയമാണല്ലേ? ഈ ശബ്ദം കേട്ടിട്ട് എനിക്ക് നല്ല പരിചയമുള്ള ശബ്ദം. എനിക്കും സംശയമുണ്ടോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഓ, നിങ്ങളുടെ ഒരു മുടിഞ്ഞ സംശയം. പ്രശ്നപരിഹാരത്തിന് വന്നിട്ട് നിങ്ങൾ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടാ പോകണമെന്നാ തോന്നുന്നേ. നിശബ്ദരായിരിക്കും മക്കൾ. നിങ്ങൾ മാക്രിമുക്കിലെ മല്ലന്മാരാന്ന് നാം ദിവ്യദൃഷ്ടിയിൽ കാണും. രാവിലെ കടവിൽ പോയി ചുമ്മാ ഇരിക്കലാണ് പണിയല്ലേ? എല്ലാത്തിനും നമ്മുടെ കയ്യിൽ പരിഹാരമുണ്ട്. ഓ, ഞാൻ പറഞ്ഞില്ലേ സ്വാമിജിക്ക് ദിവ്യദൃഷ്ടി ഉണ്ടെന്ന്. മണി പോലെയല്ലേ കാര്യങ്ങൾ പറയുന്നേ. അതെ, മണി കിട്ടുന്ന കാര്യമാണ് മണി പോലെ പറയണത്. നിങ്ങളുടെ ദോഷം മാറാൻ ഒരു പ്രത്യേക പൂജയുണ്ട്. 10,000-ന്റെ പൂജയുണ്ട്, 5,000-ന്റെ പൂജയുണ്ട്. ഏതായാലും ഇത്രയും താമസിച്ചില്ലേ? നമുക്ക് ഒരാഴ്ചയോടെ താമസിച്ചാലും കുഴപ്പമില്ല. അല്ല സ്വാമി, ഒരു 2,500-ന്റെ പൂജ വല്ലതും കാണുമോ? ഒരു 2 ആഴ്ച കഴിഞ്ഞ് ഫലം കിട്ടുന്നത്. വേഗം ഫലം കിട്ടാനല്ലേ എല്ലാവരും ഇങ്ങോട്ട് വന്നത്. അല്ല, 1,500 പൂജ നടത്താനാണോ ഇങ്ങോട്ട് വന്നത്? പൈസ എവിടെ അടയ്ക്കേണ്ടത് സ്വാമിജി? അതൊക്കെ ഈ വത്സ പറഞ്ഞു തരും. പൈസ അടച്ചിട്ട് നമുക്ക് അടുത്ത വരവിന് കാണാം. നമുക്ക് പള്ളി ഉറക്കത്തിന് സമയമായി. നമ്മുടെ സുധാകരൻ എനിക്ക് തോന്നി, എനിക്കൊരു സംശയം. നിനക്ക് വല്ല സംശയം തോന്നിയോ?
എനിക്ക് സംശയമാണ്. ഞാൻ പറഞ്ഞു എന്തു പറ്റി വത്സ? വല്ലതും മറന്നുപോയോ? സ്വാമി ഒരു അന്ത്യാനുഗ്രഹം തരാമെന്ന് പറഞ്ഞില്ലേ, അത് വാങ്ങിക്കാൻ വന്നതാ. കൂടെ ഉണ്ടായിരുന്ന വത്സ എവിടെ? ആ അനുഗ്രഹം എനിക്ക് തന്നാ മതി, ഞാൻ അത് വീട്ടിൽ കൊണ്ട് കൊടുത്തോളാം. കള്ളസ്വാമി എടാ ഒന്നുമില്ലല്ലോ, എത്ര കാലം നമ്മൾ ഈ കടവിലിരുന്ന് വെടി പറഞ്ഞ് നടന്നതാടാ. കണ്ടോടി നിന്റെ സ്വാമിയുടെ വിശ്വരൂപം. എന്റെ ദൈവമേ, ഇത് നമ്മുടെ സുധാകരനല്ലേ? ഇവനെ വെറുതെ വിടരുത്, ഇവനെ കുറിച്ച് പോലീസ് എഴുതിക്കണം നമുക്ക്. അവന്റെ 5000ന്റെ പൂജ, 10000ന്റെ പൂജ, പിന്നെ അവന്റെ നാരി പൂജ, പിന്നെ സ്പെഷ്യൽ പൂജ. ഇവനെ വെറുതെ വിടരുത്. ഇവനെ നമുക്കുണ്ടല്ലോ, ഇവനെ നമുക്ക് ഇപ്പൊ തന്നെ കൈകാര്യം ചെയ്യണം. പോലീസ് സ്റ്റേഷനിലുള്ള ഇനി അവരുടെ ഒരു പൂജയുണ്ട്. ഈ വത്സയും കൂടെ പോലീസ് സ്റ്റേഷനാക്കണം. ആ ശരിയാ. അയ്യോ, ഞാൻ ഇവിടെ നിന്ന് കാശ് മേടിച്ചെന്നേ ഉള്ളൂ, എന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടല്ലേ. അയ്യോ, പോലീസിനെ വിളിക്കരുത്. പോലീസിനെ വിളിച്ച പോലീസുകാരെന്നെ കൊണ്ടുപോയി ഇടിച്ച് എല്ലടിക്കുന്നത് നാം ദിവ്യദൃഷ്ടിയിൽ കാണുന്നു.